RSS പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പിൽ LDFും UDFും ചർച്ചയാക്കുന്നതിനിടെ നെടുമങ്ങാട് BJP പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമം. നെടുമങ്ങാട് സ്വദേശി ശാലിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പ്രാദേശിക നേതൃത്വം വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൽ മനം നൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നായിരുന്നു ശാലിനിയുടെ പ്രതികരണം. BJPയുടെ ഒരു വ്യക്തി പോലും ഇതിന്റെ അകത്തില്ല. RSSന്റെ മുകളിലോട്ടുള്ള ആരുമില്ല. കരിപ്പൂർ ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില പേര് 2-3 പേര് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. RSSന്റെ പ്രാദേശിക നേതാക്കൾ, അതായത് ഒരു 2-3 പേര്. അത്തരത്തിലുള്ള പ്രചരണം ആളുകളുടെ ഇടയിൽ ഇതിനകം തന്നെ, അതായത് അത് സീറ്റ് കിട്ടരുത് എന്ന് കരുതിയിട്ടാണോ അങ്ങനെ ചെയ്തത്? അതെ, സീറ്റ് കിട്ടരുത്, കിട്ടിയാലും ഞാൻ ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരത് ചെയ്തത്. എന്റെ സ്വന്തം സ്ഥലമാണ്, എന്റെ ജന്മനാടാണ് ഈ സ്ഥലം. ഞാൻ കഴിഞ്ഞ 2 തവണയും സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷെ ഇപ്പോ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എന്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പൊ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവര് വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. ഇങ്ങനെ പ്രചരിപ്പിച്ച് സ്ഥാനാർത്ഥിത്വം കിട്ടരുത് എന്ന് കരുതിയിട്ടാണോ അവർ ചെയ്തത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഒഴിവാക്കുക? അല്ല, സ്ഥാനാർത്ഥിത്വം കിട്ടരുത് എന്നുള്ള രീതിയിൽ, അഥവാ കിട്ടിയാലും ജയിക്കരുത് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. പരാതിയായിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പലതവണ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവര് അതിന്റെ രീതിയിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഒട്ടും അങ്ങോട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അതേസമയം ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളയാളാണെന്ന് BJP നേതൃത്വത്തിന്റെ വിശദീകരണം പുറത്തു വന്നു. സുരേഷിന്റെ പ്രതികരണം കേൾക്കാം. ശാലിനി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ്. ആ സ്ഥാനാർത്ഥികളുടെ പാനലിലുള്ള ആളാണ്. അത് അവിടുത്തെ പാർട്ടി അത് എന്തുകൊണ്ടാണ് ശാലിനി ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകയാണ്. ശാലിനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് പാർട്ടി അവർക്ക് പശ്ചാത്താപമുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞു. അത് ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആ വാർഡിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതാണ്. സാരംഗ് സുധാകരൻ നൽകും വിവരങ്ങൾ. സാരംഗ്, ആദ്യം തിരുമല അനിലിന്റെ ആത്മഹത്യ, പിന്നാലെ ആനന്ദിന്റെ ആത്മഹത്യ. മുഖം രക്ഷിക്കാൻ പാർട്ടി നെട്ടോട്ടമൂടുന്നതിനിടയിലാണ് ഇപ്പോൾ നെടുമങ്ങാട് ഒരു വനിതാ പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമം വന്നിരിക്കുന്നത്. പാർട്ടിക്ക് തലവേദന എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഉൾപാർട്ടി പ്രശ്നമാണ്. ഭവ്യ, തീർച്ചയായും അത്തരത്തിലുള്ളൊരു ഉൾപാർട്ടി പ്രശ്നമായിട്ട് തന്നെയാണ് ഇതും കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ ഉണ്ടായിരുന്ന ആത്മഹത്യയിലടക്കം ഈ ഒരു പ്രാദേശിക നേതാക്കളുടെ എതിരെയായിരുന്നു ആരോപണം ഉയർന്നിരുന്നത്. ഇപ്പോൾ ശാലിനിയുടെ പ്രതികരണത്തിലും വ്യക്തമാണ് ഈ ഒരു സ്ഥാനാർത്ഥിയായി ഉയർന്നു വരാൻ പാടില്ല, അഥവാ സ്ഥാനാർത്ഥി സ്ഥാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജയിച്ചു വരാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തുക, അങ്ങനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു RSSന്റെ പ്രാദേശിക നേതാക്കൾ ഇത്തരത്തിൽ നടത്തിയതെന്നാണ് ശാലിനിയുടെ ആരോപണം. അതിൽ മനംനൊന്തായിരുന്നു ശാലിനിയുടെ ആത്മഹത്യാ ശ്രമവും. ഇതൊരു 24 മണിക്കൂറിനിടയിൽ നടന്നൊരു സംഭവമാണ്. അതായത് ആനന്ദിന്റെ ആത്മഹത്യ കഴിഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ശാലിനിയുടെ ആത്മഹത്യാ ശ്രമവും നടന്നിട്ടുള്ളത്. അതായത് അതിനുശേഷം, അതായത് ഭാഗ്യവശാൽ ഇത്തരത്തിൽ ശാലിനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ വൈദ്യസഹായം മറ്റും നൽകാൻ കഴിഞ്ഞത് വലിയ ദുരന്തത്തിലേക്ക് മറ്റും കാര്യങ്ങൾ എത്താതെ നിന്ന് അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത്, ആനന്ദിന്റെ ആത്മഹത്യയിൽ ഇത്തരത്തിൽ മണ്ണ് മാഫിയയുമായി ചൂണ്ടിക്കാട്ടിയുള്ള പല പ്രശ്നങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതായത് RSSനെതിരെയും കൃത്യമായ ആരോപണങ്ങളുണ്ട്. ഈ സ്ഥാനാർത്ഥി സ്ഥാനം നൽകിയത്, ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഈ ഒരു മണ്ണ് മാഫിയയുടെ അടക്കം കൃത്യമായ ഒരു നോമിനിയാണ്. അതിന് തൽപര കക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ആ ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു ആനന്ദിന്റെ അടക്കം ആരോപണം. ഇപ്പോൾ ഈ ശാലിനിയുടെ വിഷയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ, അതായത് അവരുടെ തൽപര കക്ഷിയായ ഒരാളെ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത്തരത്തിൽ അഥവാ എത്തിയാൽ, അതായത് ശാലിനി തന്നെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജയിച്ചു വരാൻ പാടില്ല എന്നുള്ളൊരു താല്പര്യത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തി സ്വന്തം പാർട്ടിക്കാരെ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമം. ഇത് പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്ന ഒരു ഉൾപാർട്ടി പ്രശ്നമായിട്ട് തന്നെയാണ് BJP കാണുന്നത്. പുറമേ അത് കൃത്യമായി അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഇത് കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം കൂടുതൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി അധികം നാളുകളില്ല, പ്രചരണം അടക്കം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇത്തരത്തിൽ, അതായത് തിരുമല അനിൽ നിന്ന് ആരംഭിച്ച് ശാലിനി വരെ എത്തി നിൽക്കുന്ന ഈ ഒരു പ്രശ്നം, അതായത് ഇതൊക്കെ തിരുമല അനിലിന്റെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുമായി
പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ആരോപണ വിധേയരായി നിൽക്കുന്നതെല്ലാം BJPയുടെ അംഗങ്ങളും BJPയുടെ നേതൃസ്ഥാനത്തിലടക്കം നിൽക്കുന്നവരെ അടക്കമാണ് ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളത്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു നേതൃത്വത്തിന് എതിരെയുള്ള ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പാർട്ടിക്കകത്തു നിന്നുള്ള ആൾക്കാരെ തന്നെ പാർട്ടിക്കുള്ള ആൾക്കാർക്ക് തന്നെ ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ വരുന്നു, അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. സാധാരണ രീതിയിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഇങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം ആത്മഹത്യയിലേക്കൊന്നും കാര്യങ്ങൾ എത്താറില്ല. അത് അധികം കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം കൂടിയാണ്. പക്ഷേ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മറ്റ് എതിർകക്ഷികളടക്കം ഈ ഒരു വിഷയം രാഷ്ട്രീയമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. മന്ത്രി ശിവൻകുട്ടി അടക്കം ഇതിൽ പ്രതികരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ഇതിൽ കൃത്യമായൊരു വിശദീകരണം നൽകി ഇത് പരിഹരിക്കാനുള്ള ശ്രമം BJPക്ക് ഉള്ളിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു S. സുരേഷിൻ്റെ അടക്കം ഇന്നത്തെ വാർത്താ സമ്മേളനം. പക്ഷേ ആനന്ദിൻ്റെ അടക്കം പാർട്ടി അംഗത്വം തള്ളിയിട്ടുണ്ടെങ്കിലും ശാലിനി അംഗമാണെന്നും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ള ഒരാളാണെന്നുമായിരുന്നു BJPയുടെ വിശദീകരണം. ഇതിൽ കൂടുതൽ പാർട്ടിതല അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത. അത്തരത്തിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ഇനി BJPയുടെ ശ്രമം. ഭവ്യ. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്.